ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായം ശ്ലോകം 46. യാവാനർത്ഥ ഉദപാനേ സർവദ സംപ്ലുതോദകേ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനദഃ. ഭഗവാൻ അർജുനനോട് പറയുകയാണ്, എല്ലായിടത്തും വെള്ളം നിറഞ്ഞിരിക്കുന്ന സ്ഥിതിയിൽ ഒരാൾക്ക് കിണറ്റിലെ ജലത്തിൽ എത്ര പ്രയോജനമാണോ ഉള്ളത്, അത്രയേ വിജ്ഞാനിയായ ബ്രാഹ്മണന് സർവവേദങ്ങളിലും ഉള്ളൂ. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ നമ്മെ നിസ്ത്രൈഗുണ്യനാവാൻ ഉപദേശിച്ചു. ഇവിടെ നിസ്ത്രൈഗുണ്യനായ ജ്ഞാനിയുടെ സ്ഥിതിയെ ഉദാഹരണസഹിതം വ്യക്തമാക്കുന്നു. കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കമുണ്ടായ അവസ്ഥയെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. അപ്പോൾ കിണർ, കുളം, നദി എന്നിവ പ്രത്യേകമായി കാണപ്പെടുന്നുണ്ടോ? എല്ലായിടത്തും ജലം തന്നെ. അപ്പോൾ കിണറ്റിൽ നിന്ന് കുറച്ച് ജലം ശേഖരിക്കാമെന്ന് ആരെങ്കിലും ഓർക്കാറുണ്ടോ? ഇതുപോലെ തന്നെയാണ് പരമാത്മ ചൈതന്യം സാക്ഷാത്കരിച്ച വിജ്ഞാനി. വിജ്ഞാനികളായ ബ്രാഹ്മണർ പരമാത്മ ചൈതന്യം സർവവ്യാപിയാണെന്നും നാമങ്ങളോ രൂപങ്ങളോ ഇല്ലെന്നും മനസ്സിലാക്കുന്നു. വേദങ്ങളിലെ കർമ്മകാണ്ഡത്തിൽ പരാമർശിച്ചിരിക്കുന്ന വിവിധ ക്രിയകളുടെ ലക്ഷ്യം ചിത്തശുദ്ധി നേടി ഭഗവത് സാക്ഷാത്കാരമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. വേദഗ്രന്ഥങ്ങൾ ആത്മീയ പാതയിലേക്ക് നയിക്കുന്ന പരമാത്മാവിലേക്കുള്ള മാർഗമാണെന്ന് മനസ്സിലാക്കുന്ന ഇവർ പ്രത്യേകിച്ച് ഒന്നിലും ആകർഷ്ടരാവുകയും ചെയ്യുന്നില്ല എന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. സർവഥാ ജലം നിറഞ്ഞു പരന്നിരിക്കുന്ന സ്ഥിതിയിൽ കിണർ, കുളം, തടാകങ്ങൾ എന്നിവയ്ക്ക് പ്രത്യേക താല്പര്യം ഇല്ലാത്തതുപോലെ പരമാത്മജ്ഞാനിയായ ബ്രാഹ്മണന് വൈദിക കർമ്മങ്ങളിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലെന്നും സർവവും ഏകവും അദ്വിതീയവുമായ സത്യം തന്നെ എന്ന് സാക്ഷാത്കരിക്കുന്ന വിജ്ഞാനിക്ക് എല്ലാറ്റിലും സമദൃഷ്ടി ഉണ്ടാകുന്നു എന്നും ഭഗവാൻ ഇവിടെ അരുളി ചെയ്യുന്നു. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.